ഈ ലച്ചുവാ. അല്ല, ഗത്തേറിന് സ്വന്തക്കാരെന്ന് പറയാൻ വേറെ ആരുമില്ല. അവര് തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചപ്പോ തന്നെ ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സായി. അളിയനും ചേച്ചിയും വിരുന്നിന് വന്നപ്പോ അവര് ലച്ചുവിനെയും കൂട്ടി. പിന്നെ മുത്തശ്ശിയുടെ സ്വഭാവം അറിയാലോ, 2 ദിവസത്തേക്ക് വിരുന്ന് വരുന്നവരെ 2 മാസം കഴിഞ്ഞ് പോവാൻ അനുവദിച്ചോളൂ. അപ്പോ അതുവരെ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ അവളോടെ പോവാനാ? അതല്ലേ ഞാൻ പറഞ്ഞത്, അവള് വന്നതിന് ശേഷം ചെമ്പകശ്ശേരി വീട്ടിലൊരു ഉത്സവമായിരുന്നു. എന്നും ഗംഭീര സദ്യ, പിന്നെ കസേര കളി, ഊഞ്ഞാലാട്ടം, കള്ളനും പോലീസും കളി എന്ന് വേണ്ട ഇവിടെ ഇല്ലാത്ത ആഘോഷങ്ങളൊന്നുമില്ലായിരുന്നു. നിങ്ങൾ ഒരുമിച്ചാണോ കളിക്കുന്നത്? എല്ലാരും കൂടും. മുത്തശ്ശിയും ആമി ചേച്ചിയും ഗോമതി ചേച്ചിയും അളിയനും എല്ലാരും ഉണ്ടാവും. എന്നാൽ ഈ കള്ളനും പോലീസും കളിയും സാറ്റുകളിയും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കും. അവൾ ഒളിക്കും, ഞാൻ പോയി കണ്ടുപിടിക്കും. പിന്നെ ഞാൻ ഒളിക്കും, അവൾ വന്ന് കണ്ടുപിടിക്കും. എന്റെ അമ്മോ, എന്ത് രസാണെന്നോ. അവളാണ് ഈ കള്ളക്കളിയുടെ ഉസ്താദാണ്. കണ്ടുപിടിച്ചാൽ നമ്മളെ തള്ളിയിട്ട് ഓടിച്ചെന്ന് സാറ്റടിക്കും. ഇനി അഥവാ സമ്മതിച്ചില്ലെങ്കിൽ ദേഹം മുഴുവൻ മാന്തി പൊളിക്കുകയും പിച്ചയൊക്കെ ചെയ്യും. എന്റെ അമ്മോ, ഇപ്പോഴും ഉണ്ട് എന്റെ കയ്യിലും കാലിലും അവള് പിച്ചിയ പാടുകൾ. ഞങ്ങൾ രണ്ടുപേരും പിടിച്ചു മാറ്റാനേ മുത്തശ്ശിക്കും ആമി ചേച്ചിക്കും എപ്പോഴും സമയമുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ ആദ്യം എപ്പോഴാ പിന്നെ കോളേജിൽ വന്നോണ്ടിരുന്നേ? ബെസ്റ്റ്. ഇത് കോളേജിൽ പഠിക്കുന്ന കാലത്തൊന്നും അല്ല, സ്കൂളിൽ പഠിക്കുന്ന കാലത്തുള്ള കഥകളാ. അല്ല, മുതിർന്നപ്പോഴും കുറുമ്പിന്റെ കാര്യത്തിൽ അവൾ ഒട്ടും പിന്നോട്ടല്ല. കണ്ണ് തെറ്റിയ എന്തെങ്കിലും ഒരു കുരുക്ക് അവൾ ഒപ്പിച്ചു വെക്കും. എന്ത് കുരുക്ക്? അല്ല, ഈ നമ്മൾ ഇരിക്കുന്ന കസേരയിൽ ഗമ്മൊട്ടിച്ചു വെക്കുക, ഇരിക്കാൻ ചെല്ലുമ്പോൾ കസേര മാറ്റിക്കളയുക, ഓർക്കാപ്പുറത്ത് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് തള്ളി താഴെ ഇടുക എന്ന് വേണ്ട അവളുടെ കയ്യിലില്ലാത്ത ലീലാവിലാസങ്ങളൊന്നുമില്ല. അവള് വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ തികഞ്ഞ ജാഗ്രതയിലായിരിക്കും. ആക്രമണം ഉണ്ടാവുന്നത് ഏത് നിമിഷാന്ന് പറയാൻ പറ്റൂല.